നമസ്കാരം. സൈക്കോളജിക്കൽ റെസിലിയൻസ് എന്നുള്ള ഒരു തത്വമുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് സൈക്കോളജിക്കൽ റെസിലിയൻസ്. ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലത്ത്, അതായത് ഈ കോവിഡ് കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ ശാരീരികവും മാനസികവും ആരോഗ്യം നിലനിർത്താനായി A to H കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്താണ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. അതായത് എപ്രകാരമായിരിക്കണം നമ്മുടെ മനോഭാവം, ആ മനോഭാവം അതെങ്ങനെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മനോഭാവം എപ്പോഴും പോസിറ്റീവായിരുന്നാൽ അത് അവരുടെ മാനസിക ആരോഗ്യത്തെ സഹായിക്കും. അതായത് സ്ട്രെസ് ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. അവർക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ ഇതുപോലത്തെ യാതൊരു മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാതെ അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് അഡ്ജസ്റ്റ് ദ കമ്പ്യൂട്ടർ. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ഇപ്പോൾ മൊബൈലായിരിക്കാം, ലാപ്ടോപ്പ് ആയിരിക്കാം, കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കാം അവരുടെ ഓൺലൈൻ പഠനത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ ഒരു കൈ അകലം ദൂരെ ആണെങ്കിലും അകലം പാലിക്കണം. അതുപോലെ തന്നെ അവരിയ്ക്കുന്ന മുറിയുടെ വെട്ടം, അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ലൈറ്റും ആ മുറിയിലുള്ള പ്രകാശവും ഏതാണ്ടൊക്കെ സെയിം ആയിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. മൂന്നാമതായിട്ട് അഡിക്ഷൻ. ഇന്ന് നമ്മൾ പാരന്റ്സ് പറയുന്ന, പലപ്പോഴും കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, കുഞ്ഞുങ്ങൾ മൊബൈൽ അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഡിവൈസസിന് അഡിക്റ്റഡ് ആണ്. സോ പാരന്റ്സ് പ്രത്യേകിച്ചും ഈ മൊബൈൽ അവരുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഇനി പാരന്റ്സിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പാരന്റൽ കൺട്രോൾ ആപ്സ് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് കുട്ടികൾ ഏതൊക്കെ സൈറ്റിൽ പ്രവേശിക്കുന്നുണ്ടോ, എത്ര നേരം ഈ ഓൺലൈനാണ്, മറ്റുള്ള ഗെയിംസ് കളിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ഏറ്റവും എളുപ്പം വഴി നിങ്ങൾക്ക് ആ പാരന്റൽ കൺട്രോൾ ആപ്സ് യൂസ് ചെയ്യാൻ. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം അവർ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പത്രത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണുന്നുണ്ട് നിരവധി പ്രശ്നങ്ങൾ ഇതിലൂടെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്നത്. അതായത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ പാരലലായിട്ട് മറ്റു വിൻഡോസ് ഓപ്പൺ ചെയ്ത് ചാറ്റ് ചെയ്യലും ഇങ്ങനത്തെ മറ്റു നിരവധി കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്. സോ അതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. ടീനേജേഴ്സ് ആവുമ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യണം. ഇനി എന്ന് പറയുമ്പോൾ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് പാരന്റ്സ് ഈ കുഞ്ഞുങ്ങളുടെ മെന്റൽ ഹെൽത്ത് എല്ലാം നമുക്കറിയാം. ഈ കോവിഡ് കാലത്ത് അവർ വീട്ടിനുള്ളിലാണ്. പല തരത്തിലുള്ള ബിഹേവിയർ ചേഞ്ചസ് എല്ലാം നമ്മൾ കണ്ടുവരാറുണ്ട്. ആ ബിഹേവിയർ ചേഞ്ചസ് അമിതമായിട്ട് നമ്മൾ കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സഹായം തേടേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഒബ്സർവേഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ അത് കണ്ടെത്താനായിട്ട്. അത് ചിലപ്പോൾ മൂഡ് ചേഞ്ചസ് ആകാം. പിന്നെ നമ്മൾ ഇപ്പോൾ നിരവധി കേസസ് നമ്മൾ കൗൺസിലിംഗിൽ കാണുന്നത് OCD, അതായത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് നിരവധി അവർക്കുണ്ടാകുന്ന ഒരു ആൻസൈറ്റി മൂലം നിരവധി പ്രാവശ്യം അവര് കൈകൾ വാഷ് ചെയ്യുന്നത്. അതായത് അവർക്ക് രോഗം വരുമോ, ഇങ്ങനെ പല ഒബ്സസീവ് തോട്ട്സ് ഉണ്ടാകും. അതുമൂലം അവര്
പല പ്രാവശ്യം കൈകൾ കഴുകുക. സോ പാരന്റ്സിന് അറിഞ്ഞുകൂടാ ഇതൊരു അസുഖമായിട്ട് ആങ്സൈറ്റി ഡിസോർഡർ ആണെന്ന്. നിരവധി പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ അവർക്ക് സ്കിൻ പോകുന്നതും മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവർ ഡോക്ടറെ കാണുമ്പോൾ ഇന്ന പ്രശ്നമാണെന്ന് അറിയുന്നത്. സോ നമ്മൾ അവരുടെ പല ബിഹേവിയേഴ്സ്, അതായത് അവർക്ക് കോവിഡിന് മുൻപ് ഇല്ലാത്ത പല ബിഹേവിയേഴ്സും നമ്മൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ബി എന്ന് പറയുമ്പോൾ ബ്ലിങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ബ്ലിങ്ക് റേറ്റ്, കണ്ണടച്ചും തുറക്കുന്നത് ഏതാണ്ട് 15 to 18 times ആണ് നമ്മൾ ഒരു മിനിറ്റിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു 20-20-20 റൂൾ ഫോളോ ചെയ്യുക. അതായത് ഒരു 20 മിനിറ്റ്, നമുക്കറിയാം അവർ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 20 സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യുക, ഒരു 20 അടി ദൂരത്തേക്ക് നോക്കുന്നത്. ഇനി സി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം വീട്ടിലെ, അതായത് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഡോക്ടർ വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞ ഒരു വലിയ സൈക്കാട്രിസ്റ്റ്, ലോക പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം തന്റെ ആത്മകഥയിൽ, അതായത് മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്നുള്ള ഒരു ആത്മകഥയിലാണ് ഇപ്രകാരം ഒരു സംഭവം എഴുതി വെച്ചത്. തന്റെ വാർദ്ധക്യത്തിൽ താൻ ഒരു രാത്രി കിടക്കാൻ തയ്യാറെടുക്കുമ്പോൾ തന്റെ ലാൻഡ് ഫോൺ മണിയടിച്ചു. താൻ ഫോൺ എടുത്തപ്പോൾ മറുവശത്ത് ഒരു യുവതിയായിരുന്നു. ആ യുവതി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ്. അപ്പൊ അയാൾ ഉടനെ ആ യുവതിയോട് ചോദിച്ചു, എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണെന്ന്. ആ യുവതി നിരവധി കാര്യങ്ങൾ 1 മണിക്കൂറോളം പറഞ്ഞു. അദ്ദേഹം തടസ്സപ്പെടാതെ 1 മണിക്കൂറോളം ആ യുവതിയെ കേട്ടു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ അദ്ദേഹം യുവതിയോട് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പാടില്ല ഉള്ള കാര്യം കൂടി പറഞ്ഞു. ഇത്രയും കേട്ടപ്പോ ഈ 1 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ ആ യുവതി ആത്മഹത്യയിൽ നിന്ന് പിന്തിരിച്ചു. 3 മാസം കഴിഞ്ഞ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് ഇദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു യുവതി ഓടി അയാളുടെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, താങ്കൾ എന്നെ ഒരു പക്ഷെ ഓർക്കുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ ആ 3 മാസം മുമ്പ് താങ്കളെ രാത്രി ശല്യപ്പെടുത്തിയ ആ യുവതിയാണ്, ആത്മഹത്യ ചെയ്യുന്ന ഒരു ഭീഷണി ഉണ്ടാക്കിയ ഒരു യുവതിയാണെന്ന്. അപ്പൊ അദ്ദേഹം ഒന്ന് ആ യുവതിയോട് ചോദിച്ചു, അന്ന് ഞാൻ നിരവധി കാര്യങ്ങൾ പറഞ്ഞതിൽ ഏത് കാര്യമാണ് താങ്കളെ സ്പർശിച്ചത്, അതായത് ആത്മഹത്യയിൽ നിന്ന് പിന്മാറുവാനായിട്ട് സ്പർശിച്ചത്? ആ യുവതി പറഞ്ഞു, താങ്കൾ പറഞ്ഞ ഒരു കാര്യവും എന്നെ സ്പർശിച്ചില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്നാ എന്തുകൊണ്ട് താങ്കൾ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന്. ആ യുവതി പറഞ്ഞു, ഞാൻ ആ അർദ്ധരാത്രി സമയത്ത് ഫോൺ വിളിച്ചപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി എന്നെ കേൾക്കുവാൻ 1 മണിക്കൂർ സമയം ഒരു തടസ്സവുമില്ലാതെ എന്നെ കേട്ടു. ആ കേൾക്കാനുള്ള സന്മനസ്സുള്ള വ്യക്തിയുള്ള ലോകം ഒട്ടും മോശമുള്ള ലോകമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ആ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിച്ചു. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിക്കുന്നു, ഒരാൾ കേൾക്കുന്നു. അപ്പം മാതാപിതാക്കളായ നമ്മൾ നല്ല ശ്രോതാക്കളാകണം, നല്ല ലിസണേഴ്സ് ആകണം. അവിടെ നമ്മൾ കൂടുതൽ സംസാരിക്കാതെ നമ്മൾ കൂടുതലും കേൾക്കണം. ഇനി ഡി എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി സിയിലുണ്ട്, ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. ഇപ്പൊ നമുക്കറിയാം 1 വർഷമായി നമ്മൾ ഈ കോവിഡ് കാലം ഓൺലൈൻ ക്ലാസ്സസ് കുട്ടികൾ വീട്ടിൽ തന്നെയാണ്. സോ
അവരുടെ മറ്റുള്ള റുട്ടീനെല്ലാം, അതായത് കാലത്ത് എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നതെല്ലാം, ആ ഒരു റുട്ടീനെല്ലാം മാറി കുഞ്ഞുങ്ങൾ പലപ്പോഴും പാരന്റ്സ് കംപ്ലയിന്റ് ചെയ്യാണ് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കുഞ്ഞുങ്ങൾ എഴുന്നേക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഓൺലൈൻ ക്ലാസ് 9 മണിക്കാണെങ്കിൽ നേരെ പോയി എഴുന്നേറ്റ് ക്ലാസ്സിലോട്ടിരിക്കുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പം നമ്മൾ ചേഞ്ച് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു റുട്ടീൻ അവർക്ക് ഉണ്ടാക്കുക. അതായത് ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ദിവസം ഒരു പ്രാവശ്യം പറയുമ്പോൾ ഒരു റുട്ടീൻ ഉണ്ടാകണമെന്നില്ല. അത് പല പ്രാവശ്യം ശാന്തമായ ഭാഷയിൽ അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവർക്കൊരു റുട്ടീൻ ഉണ്ടാക്കാൻ. ഇനി രണ്ടാമത്തത് ചേഞ്ച് യുവർ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി. അവർക്ക് ചില കൊച്ചു ഉത്തരവാദിത്വങ്ങൾ നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു കുഞ്ഞു കൊച്ചാണെങ്കിൽ, ഒരു 5 വയസ്സുള്ള കൊച്ചാണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെക്കുക. ഒരു 10 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ നമുക്ക് അലക്കിയിട്ട തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാൻ പറയാം. അങ്ങനെ കൊച്ചു റെസ്പോൺസിബിലിറ്റി നമുക്ക് അവരെ പഠിപ്പിക്കുവാൻ സാധിക്കും. ഇനി ഡി എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. അതായത് കുഞ്ഞുങ്ങൾ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അവർ കളിക്കുന്നില്ല, അവർ പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ അവർക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ അവര് വെള്ളം കുടിക്കുന്നില്ല. അപ്പൊ ഈ വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ നമുക്കറിയാം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്ക് ഡൈജഷന് പ്രശ്നം, അല്ലാതെ നിരവധി ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാതെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷനിങ്ങും കൂടി കുഴപ്പത്തിലാകും. അതായത് നമ്മുടെ മെമ്മറി, നമ്മുടെ കോൺസെൻട്രേഷൻ, ഇതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും പാരന്റ്സ് ശ്രദ്ധിക്കുക, 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുഞ്ഞുങ്ങൾ കുടിച്ചിരിക്കണം. ഇനി ഈ എന്ന് പറയുമ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പാരന്റ്സ് ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ചും അവർക്ക് പുറത്തു പോകാൻ പറ്റൂല. സോ നിങ്ങളുടെ വീട്ടിലത്തെ സാഹചര്യം അനുസരിച്ച് അവർക്ക് എക്സസൈസിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അത് കഴിയുന്നതും ഇളയ വെയിൽ, അതായത് രാവിലെ 7 മണി തൊട്ട് 9 മണി, അല്ലെങ്കിൽ വൈകിട്ട് 4 മണി തൊട്ട് 6 മണിക്കുള്ള വെയിലായിരിക്കണം അവർ ഈ എക്സസൈസ് ചെയ്യാൻ. കാരണം നമുക്കറിയാം വെയിൽ കൊണ്ടുള്ള എക്സസൈസ് ഈ വിറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യും. അപ്പൊ ഈ വിറ്റമിൻ ഡി നമുക്കറിയാം വളരെ ആവശ്യമുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും, നമ്മുടെ എല്ലുകളുടെയും പല്ലിന്റെയും ബലം കൂട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും ഈ വിറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഇനി എക്സസൈസിന്റെ മറ്റു ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഡോപ്പമൈൻ, മറ്റു എൻഡോർഫിൻ പോലത്തെ ഹോർമോൺസ് അല്ലെങ്കിൽ ബ്രെയിൻ കെമിക്കൽസിന്റെ അളവ് കൂട്ടാനും കൂടി ഈ എക്സസൈസ് സഹായിക്കും. ഇനി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഡയറ്റ്. നമുക്കറിയാം നമ്മൾ ഇപ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ ഫിസിക്കൽ ആവശ്യങ്ങൾക്ക് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ, വൈകാരിക ആരോഗ്യത്തിന് നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ കാണുക. അതായത് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോസിലൂടെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വായനയിലൂടെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. സോ അത് എന്താണ് നല്ലത് അത് മാത്രം കൺസ്യൂം ചെയ്യാൻ കുട്ടികളെ അനുവദിക്കുക. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഫൺ, ഫുഡ്, ഫാമിലി. അതായത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ഫുഡ് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പറ്റുന്ന രീതിയിൽ, അതായത് നമ്മുടെ വീടിന്റെ സാഹചര്യം അനുസരിച്ച് നല്ല ഭക്ഷണം കഴിക്കാൻ കുഞ്ഞുങ്ങളോട് പ്രോത്സാഹിപ്പിക്കണം. അതായത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളത് വറുത്തതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങളായിരിക്കും, പക്ഷെ അത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. സോ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ അവർക്ക് ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇനി ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൺ ആൻഡ് ഫാമിലി ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇപ്പോൾ നമുക്കുള്ളത്. എല്ലാവരും ഒരുമിച്ച് കൂടി നമുക്കറിയാം
ചിറ്റ് ചാറ്റ് സെഷൻ, അതായത് കൊച്ചു വർത്തമാനം, വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഇച്ചിരി തമാശയും ഒരു കൊച്ചു വർത്തമാനം എല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം കൂടി ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇനി ജി എന്ന് പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗ്രിൻ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള നമുക്ക് കിട്ടിയിട്ടുള്ള കൊച്ചു അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി പറയാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇപ്പൊ നമ്മൾ ഒരുപാട് പരാതിയായിരിക്കും, ഈ കൊറോണ കാലത്ത് പുറത്തു പോകാൻ പറ്റൂല, നമുക്ക് നല്ല ഭക്ഷണം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റു ഒരുപാട് പരാതികളായിരിക്കും. പക്ഷെ നമ്മൾ അന്ന് നമുക്ക് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും 1-2 കാര്യം നമ്മൾ കുഞ്ഞുങ്ങളോട് നന്ദിയുള്ളവരാകാൻ പഠിപ്പിക്കണം. ഇപ്പൊ ഒരു പക്ഷേ 3 നേരവും നമ്മൾ ഭക്ഷണം കഴിച്ചെന്ന് വരില്ല. അപ്പൊ കുഞ്ഞുങ്ങൾ പരാതി പറയുമ്പോൾ നമുക്ക് അവരോട് പറയാം, നമുക്ക് 2 നേരമാണെങ്കിലും ഭക്ഷണം ഉണ്ടായി. അതുപോലെ നിരവധി കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം നോക്കിയാൽ നമുക്ക് നന്ദി പറയാനുണ്ട്. അപ്പൊ അത് നമ്മൾ ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഗ്രിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് സ്മൈൽ എന്നുള്ള ഒരു വാക്കാണ്, പക്ഷെ ഞാൻ ജി ആയതുകൊണ്ട് അതങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്മൈൽ എന്നും നമ്മൾ വീട്ടില് കൊച്ചു കാര്യങ്ങൾക്കും ഒന്ന് പുഞ്ചിരിക്കാൻ നമ്മൾ കണ്ടെത്തണം. കൊച്ചു കാര്യങ്ങൾക്ക് നമുക്കറിയാം, നമ്മുടെ വികാരങ്ങൾ ഒരു പകർച്ചവ്യാധി പോലെയാണ്. നമ്മൾ ചിരിച്ചാൽ മറ്റുള്ളവർ ചിരിക്കും, നമ്മൾ ദേഷ്യപ്പെട്ടാൽ മറ്റുള്ളവർ ദേഷ്യപ്പെടും. സോ അതുകൊണ്ട് നല്ല വികാരങ്ങൾ എപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഹെച്ച് എന്ന് പറഞ്ഞാല് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഹാപ്പിനെസ്, ഒന്ന് ഹെൽത്ത്. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ എന്താണ് സന്തോഷം തരുന്നതെന്ന് ചോദിക്കുമ്പോൾ പലരും പറയും ഒന്നില്ലെങ്കിൽ സമ്പത്തായിരിക്കാം, അല്ലെങ്കിൽ വെൽത്ത്, പിന്നെ അല്ലെങ്കിൽ സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ പ്രശസ്തി ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബ മഹിമ. ഇതൊന്നും അല്ല നമുക്ക് സന്തോഷം തരുന്നത്. ഒരു 25% ആയിരിക്കാം, പക്ഷെ ബാക്കി 75% സന്തോഷവും നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് നമ്മുടെ മനസ്സിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്കറിയാം, മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് ആണ്. അപ്പൊ ഈ ബ്രെയിനിന്റെ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാല് നമുക്ക് 4 ഹാപ്പി ഹോർമോൺസ് എന്നുള്ള കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ഈ 4 ഹോർമോൺസിന്റെ അളവ് കൂട്ടുന്നതാണ് നമുക്ക് വാസ്തവത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്. അതായത് ആദ്യത്തെ ഹോർമോൺ എൻഡോർഫിൻ എന്ന് പറഞ്ഞത് നമുക്ക് എക്സസൈസ് മൂലം കൂട്ടാൻ പറ്റും. ഇനി രണ്ടാമത്തത് ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ കെമിക്കൽ നമുക്ക് കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുമ്പോൾ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പെർട്ടിക്കുലർ എക്സസൈസ് മൂലം നമുക്ക് ഡോപ്പമൈൻ എന്നുള്ള ഒരു കെമിക്കലിനെ കൂട്ടുവാൻ സാധിക്കും. ഇനി സെറോട്ടോണിൻ എന്ന് പറഞ്ഞ 3ാമത്തെ കെമിക്കൽ നമുക്ക് നല്ല കാര്യങ്ങൾ, സേവനം പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ കെമിക്കലിന്റെ അളവ് കൂട്ടുവാൻ സാധിക്കും. ഇനി 4ാമത്തെ ഹാപ്പി ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഇത് നമ്മൾ കുഞ്ഞുങ്ങളോട് നമ്മൾ വളരെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക, അവരെ ഒന്ന് താലോലിക്കുക, നല്ല അനുഭവങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് ഈ ഓക്സിറ്റോസിന്റെ അളവ് കൂടും. ഇപ്പൊ നമ്മൾ വലിയ ചെലവൊന്നും ഇല്ല, നമുക്ക് ഈ 4 കെമിക്കൽസിന്റെ അളവ് കൂട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സന്തോഷം ഉണ്ടാകും. ഇനി ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ജസ്റ്റ് ഒരു രോഗമില്ലാത്ത ഒരു അവസ്ഥ മാത്രമാണെന്ന്. പക്ഷെ അതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു കൊറോണ കാലം കഴിയുമ്പോൾ അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആധ്യാത്മികമായിട്ടും എല്ലാ വിധത്തിലും അവർ ആരോഗ്യവാന്മാരായിരിക്കണം. ഈ ഒരു കാലഘട്ടത്തെ അവര് നല്ല രീതിയിൽ, അതായത് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ എല്ലാവരും നല്ല രീതിയിൽ അതിനെ അതിജീവിക്കുവാനായി ദൈവം ശക്തിയും ധൈര്യവും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.